അവൽ വിളയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് 2 അച്ച് ശർക്കര ഇട്ട് പാനി ഉണ്ടാക്കുകയാണ്. അതായി കഴിയുമ്പോൾ നമുക്ക് അരിച്ച് മാറ്റി വയ്ക്കാം. അത് വേറൊരു ചട്ടി വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അത് ഉരുകി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പായി വരട്ടെ. അതൊരു ഇതായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കിസ്മസ് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് ബോൾ പോലെ ആയി വന്നോളൂ. അതായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. തീ ഓഫ് ചെയ്തില്ലെങ്കിൽ അത് നമ്മൾ എടുക്കണതിൻ്റെ ഉള്ളിൽ തന്നെ കരിഞ്ഞു പോകും. അതാണ്. പിന്നെ മീഡിയത്തിൽ വെച്ചിട്ട് വേണം അത് വറുത്തെടുക്കാൻ. ഉള്ളിലിടരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. പക്ഷെ ഉള്ളൊരു ഇതുണ്ടാവില്ല, കരിഞ്ഞു പോലെ വരും. അപ്പോൾ ഇതെടുത്തതിന് ശേഷം പിന്നെ എനിക്ക് ഉപയോഗിക്കുന്നത് അരമുറി തേങ്ങ ചിരകിയതാണ്. അത് നമുക്ക് ഈ ബാക്കിയൊന്ന് നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കണം. വല്ലാണ്ട് ചുവന്ന കളറാവരുത്. ഒന്ന് ഡ്രൈ ആക്കി നമ്മൾ എടുക്കുക. നാളികേരം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. വല്ലാണ്ട് ചുവന്ന കളറൊന്നും ആയി പോകരുത്. എത്ര വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ 2 ഗ്ലാസ് അവിലാണ് ഞാൻ എടുക്കുന്നത്. 2 ഗ്ലാസ് അവിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ കിടന്നിട്ട് അതും ഒന്ന് നെയ്യിൽ ചേർന്ന് വരട്ടെ. അപ്പോൾ ഒന്ന് ഡ്രൈ ആയി അത് വരും അവിൽ. അപ്പോൾ ഞാൻ തീ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ ഗ്ലാസ്സിലെടുത്തപ്പോൾ ഒരു പിടി പോരായിണ്ടായിരുന്നു. അതാണ് ഒരു പിടിയും കൂടി ഇട്ട് കൊടുത്തത്. അത് നന്നായിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ നമ്മുടെ ശർക്കരപ്പാനി അരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചേർക്കാനുള്ള ശർക്കരപ്പാനി ഞാൻ ഒഴിച്ചത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഇപ്പം ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഏലക്കായ പൊടിച്ചതാണ്. അതൊരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലായിടത്തും ആവണ വിധത്തിൽ ഇളക്കി യോജിപ്പിക്കുക. ശർക്കരപ്പാനി ഒഴിച്ചത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. എല്ലായിടത്തും ആവണ പോലെ നന്നായി ഇളക്കി കൊടുക്കുക. ഞാൻ ഒരു സ്പൂൺ എന്ന് പറയുന്നത് പഞ്ചസാര ഇട്ട് പൊടിച്ചതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു അര സ്പൂൺ ഇട്ടാലും മതി. ഒരു 2 ഗ്ലാസ് അവിലല്ലേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ സ്പൂൺ കൊണ്ട് 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ചെറിയ സ്പൂണാട്ടോ. ഞാൻ ആ സ്പൂൺ കൊണ്ട് 2 സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതും എല്ലായിടത്തും ആവണ വിധത്തിൽ ഇളക്കി യോജിപ്പിക്കുക. നെയ്യിലൊന്ന് കിടന്ന് നന്നായി അപ്പം നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അവൽ വിളയിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഈ നെയ്യിലുണ്ടാക്കണത് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവൽ വിളയിച്ചതാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.